PM ശ്രീ പദ്ധതിയിൽ UDF യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാതെ മുസ്ലിം ലീഗ്. കരാറിൽ നിന്നും പിന്മാറാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ പിന്തുണച്ചത് PK കുഞ്ഞാലിക്കുട്ടി. മുന്നണി യോഗത്തിൽ മറ്റ് ഘടകകക്ഷികളും എതിർപ്പുന്നയിച്ചില്ല. അതിനിടെ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ SYS രംഗത്തെത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിലപാടുകളെ ബലികൊടുക്കരുത് എന്ന് AP വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും ഒക്കെ PM ശ്രീ നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വരുമ്പോഴും മുസ്ലിം ലീഗിന് എതിർപ്പില്ല എന്നുള്ളതാണ്. UDFിലെ മറ്റ് ഘടകകക്ഷികൾക്കും എതിർപ്പില്ല ഇക്കാര്യത്തിൽ. അപ്പോൾ PM ശ്രീയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ? ഇത്തരത്തിൽ ഘടകകക്ഷികൾക്ക് പോലും എതിർപ്പില്ലാത്ത സാഹചര്യത്തിൽ എന്നാൽ പ്രതിപക്ഷം വലിയ തരത്തിൽ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി എങ്ങനെയാകും സർക്കാരിന്റെ നിലപാട്, നീക്കം? സ്വാതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗാണ് PM ശ്രീ പദ്ധതിക്കെതിരെ ഏറ്റവും ശക്തമായി ഭരണം കിട്ടുന്നതിന് മുമ്പ് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, സമരം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന പാർട്ടി. അത് മുസ്ലിം ലീഗാണെങ്കിലും യൂത്ത് ലീഗാണെങ്കിലും MSF ആണെങ്കിലും അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇന്നലെ UDF യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുന്ന സമയത്ത്, അതായത് PM ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് തുടരേണ്ടതുണ്ട്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട കരാറാണ്, അപ്പോൾ അത് പിന്മാറാൻ കഴിയില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. UDF കൺവീനറും അത് തന്നെയാണ് പറഞ്ഞത്. ആ വാദത്തെ പൂർണ്ണമായും യോജിച്ചു, ആ വാദത്തിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വാദം ശരിയാണ് എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. PMS സലാമും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇന്നലെ UDF യോഗത്തിൽ പങ്കെടുത്തത്. PMS സലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ യോഗത്തിൽ നടത്തിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് പുറത്ത് ചില വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പൂർണ്ണമായും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് PM ശ്രീ നടപ്പിലാക്കാം എന്നുള്ളത്, അതുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ UDF കൺവീനർ വളരെ വിശദമായി തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം മുസ്ലിം ലീഗ് പോലെ മുന്നണിയിലെ UDFിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, രണ്ടാം കക്ഷിയായി നിൽക്കുന്ന ഒരു പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ സ്വാഭാവികമായും അത് തുടർ ചർച്ചകൾക്ക് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു തീരുമാനം പറയാതിരിക്കുകയോ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. UDF കൺവീനർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. കാരണം ആ കരാർ പിന്മാറാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്. കാരണം പാർട്ടി മുമ്പ് സ്വീകരിച്ച ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായാണ് ഭരണം കിട്ടിയപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ശരത്ത് പുറത്തുവിട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തന്നെ നേതാവായ അബ്ദുൽ വഹാബിന് കിട്ടിയ മറുപടി, വിദ്യാഭ്യാസ സഹമന്ത്രിയിൽ നിന്നും കിട്ടിയിട്ടുള്ള മറുപടി പ്രകാരം PM ശ്രീയിൽ നിന്ന് ഒപ്പിട്ട, ധാരണപ്രകാരം ഒപ്പിട്ടെങ്കിൽ പോലും അതിന് പിന്മാറാൻ കഴിയുമെന്നുള്ളതാണ് ആ മറുപടി വിശദീകരിക്കുന്നത്. അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ PM ശ്രീ മുഖേന കിട്ടുന്ന ഫണ്ട് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും പിന്മാറണമെന്ന് സർക്കാർ തീരുമാനിച്ചെങ്കിൽ സ്വാഭാവികമായും അതിന് കഴിയുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഒരു മറുപടി. അപ്പോൾ സ്വന്തം നേതാവിന് തന്നെ, മുസ്ലിം ലീഗിന്റെ നേതാവിന് തന്നെ അത്തരത്തിലൊരു മറുപടി കിട്ടുന്ന സാഹചര്യത്തിലാണ് പാർട്ടിക്കകത്ത്, UDFിനകത്ത് ഒരു എതിർപ്പും ഒരു വിയോജിപ്പും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായ കുഞ്ഞാലിക്കുട്ടി ഉയർത്തിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. ഓക്കെ പ്രസാദ്.